Hello everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി ക്രൂഡ് ഓയിൽ പ്ലസ് എൻജിൻ അനാലിസിസ് ചെയ്യും. അനാലിസിസ് മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്ത് നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു. പ്രൈസ് ABC സ്ട്രക്ചറിൽ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാനാണ്. ഓക്കെ, ABC സ്ട്രക്ചറിൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുന്നത് സീഡ് 1, സീഡ് 2, സീഡ് 3 ആൻഡ് സീഡ് മേ ബി 4 ആൻഡ് സീഡ് 5. ഓക്കെ, സോ 5 ആണ് അങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എക്സ്പെക്റ്റിംഗ് ആണ്, നോട്ട് കൺഫേം. ഇപ്പോൾ പ്രൈസ് ബൗൺസ് ആണ് തരുന്നത്. മേ ബി ഇത് ബൗൺസ് ആണോ എങ്ങനെയാണ് റിവേഴ്സലാണെന്ന് നമുക്കറിയില്ല. ബട്ട് യെസ് എക്സ്പെക്റ്റഡ് ആണ്. ഇത് 4 ഇവിടെ തീർന്നു ആൻഡ് 5th ഓൺ ഗോയിങ് ആണ്. റൈറ്റ്, ഇനി നെക്സ്റ്റ് എന്താണ്? ഇത് ഇന്നത്തെ വീഡിയോയിൽ അല്ല, 2-3 ദിവസം മുന്നേ ഷെയർ ചെയ്ത വീഡിയോയിലാണ് ഞാൻ ഇത് കൗണ്ട് ചെയ്തത്. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ മേ ബി സപ്പോർട്ടഡ് തിരിച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ട്. മസ്റ്റായിട്ട് പഴയ വീഡിയോസ് കാണണം, അപ്പോഴേ അത് ക്ലിയർ ആവുകയുള്ളൂ. ഓക്കെ, സോ പഴയ വീഡിയോസ് നമ്മൾ കാണാനാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ പോവുക. ചാനലിനകത്ത് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, ലേണിംഗ് വീഡിയോസ് ഉണ്ട്, റിലേറ്റീവ് തിയറിയുടെ അതുകൂടി കാണണം. പിന്നെ ഇന്ന് മുതൽ ഞാൻ ഉദ്ദേശിക്കുന്ന മീൻസ് ഒരു ആഡ് ചെയ്യാൻ പോവുക, ന്യൂ സംതിങ് എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്കിൻ്റെ അനാലിസിസ്. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യാം എൻ്റെ സൈഡിൽ നിന്നും. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് ആണെങ്കിൽ ഒരു സ്റ്റോക്ക് ജസ്റ്റ് ഓൺലി ഫോർ അനലൈസ്, ഓൺലി ഫോർ ലേണിംഗ് ഞാൻ അത് ആഡ് ചെയ്യാം. ഇന്ന് ഈ വീഡിയോയിനകത്ത് ഉണ്ടാകും. ലാസ്റ്റ് ഒരു സ്റ്റോക്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഫസ്റ്റ് ഞാൻ എൻ്റെ സ്റ്റോക്ക് ഷെയർ ചെയ്യണം ഇപ്പോൾ ലേണിംഗ് പർപ്പസിന്. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്കിൻ്റെ പേര് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ഞാനിപ്പോൾ ആസ് പെർ മീ പ്രൈസ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ പ്രൈസ് 1, 2, 3, 4 and 5 ഇത് ഇങ്ങനെ ആയിട്ടാണ് പ്രൈസ് ഇപ്പോൾ മേളിലേക്ക് പോകുന്നത്. ഓക്കെ, സോ 2 to 4 ട്രെൻഡ് ലൈൻ. ഇനി ഈ സപ്പോർട്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല, മനസ്സിലാക്കിയെടുക്കണം. 2 to 4 എപ്പോഴും 2 to 4 ട്രെൻഡ് ലൈൻ നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രൈസ് ഇനി ബ്രേക്ക് ചെയ്യാനും പാടില്ല. കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കൗണ്ടിങ് കറക്റ്റ് ആണെങ്കിൽ ഞാൻ കറക്റ്റാണോ ഇല്ല എന്ന് നോക്കട്ടെ. കൗണ്ടിങ് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ. റൂൾ എന്താ പറയണത്? ഞാൻ എപ്പോഴും റൂളാണ് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഇലീറ്റ് വേവിൻ്റെ റൂൾ എപ്പോഴും മസ്റ്റാണ്. മീൻസ് 2യുടെ ലോ ഏതാണ് അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഫോർത്ത് വേവ് 2യുടെ ലോ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പ്രൈസ് എന്ത് ചെയ്ത് 2 വന്നു, ബട്ട് 4ൻ്റെ ലോ ബ്രേക്ക് ചെയ്ത്. ഞാനിത് ഇന്നലെ അല്ല പറയുന്നത്, ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞ ആഴ്ചയുടെ ഈ ഫുൾ ആഴ്ചയുടെ ലാസ്റ്റ് മൺഡേത്തെ ട്യൂസ്ഡേയുടെ വീഡിയോസ് മസ്റ്റായിട്ട് കാണുന്നു. മുകളിൽ ഓൺ ടോപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് ഇനി 4ലേക്ക് എൻറ്റേർഡ് ആവാൻ ചാൻസസ് ഉണ്ട്. പ്രൈസ് താഴേക്ക് വന്നപ്പോൾ ഞാൻ പറയുകയും ചെയ്തു പ്രൈസ് 4ൽ എൻറ്റേർഡ് ആയി. ഈ ഒരു ദിവസം പ്രൈസ് ഈ ഫോൾ താഴേക്ക് വന്നപ്പം 4ൽ എൻറ്റേർഡ് ആയി. ഇനി പ്രൈസ് താഴെ ഈ ലോ ബ്രേക്ക് ചെയ്ത ഫർദർ ഫോൾ ആൻഡ് പ്രൈസ് നല്ലപോലെ ഫോളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, പ്രൈസ് 5ലേക്ക് ഇടും. ബട്ട് 5ൽ എൻറ്റേർഡ് ആവുന്നതിന് മുന്നേ 2-3 ചാൻസസ് ഉണ്ട്. ഈ പാറ്റേൺ ഫോം ആയേക്കണേ, ഈ പാറ്റേൺ ഉണ്ടല്ലോ, ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആയേക്കണേ. ശ്രദ്ധിക്കുക. ഇൻട്രാഡേ പർപ്പസിൽ ഞാൻ ഇന്നലെ ഷെയർ ചെയ്തത് എന്താണ്, പ്രൈസ് മസ്റ്റായിട്ട് ABC അങ്ങനെയാണ് കൗണ്ട് ചെയ്ത്. മസ്റ്റായിട്ട് ഈ പ്രൈസ് ഇവിടെ മേളത്തെ ഈ റേഷ്യോസ് ടച്ച് ചെയ്യണം. 24,650 ആൻഡ് 25,250 മസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ B എപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് പോകുള്ളൂ. ഓക്കെ, ഇതാണ് എലിറ്റ് വേവ് തിയറി. നിങ്ങളും അപ്കമിങ് ടൈമിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ അത് റീഡ് ചെയ്യാൻ പറ്റും. എല്ലാം ചാർട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അനലൈസിസ് ചെയ്യാൻ പറ്റും. ബട്ട് അതിന് എലിറ്റ് വേവ് തിയറി മസ്റ്റായിട്ട് എല്ലാം കൂടി മൊത്തത്തിൽ പഠിക്കേണ്ടി വരും. എനിക്കത് തന്നെ പറയാനുള്ളതാണ്. എൻ്റെ സൈഡിൽ നിന്ന് എനിക്കത് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫ്രീ ചാനൽ മാത്രമേ യൂട്യൂബ് മാത്രമേ എനിക്ക് ഉള്ളൂ. ഫ്രീ ആകെ മൊത്തത്തിൽ കോഴ്സ് ഞാനൊന്നും വിൽക്കാൻ പരിപാടി ഒന്നുമില്ല. വാട്സപ്പ് ചാനൽ പ്രീമിയം ഒന്നുമില്ല, പ്രീമിയം ഇല്ല, ഒന്നും ഫ്രീ ഇല്ല. വാട്സപ്പ് ഞാൻ ചെയ്യാറില്ല, ടെലിഗ്രാം ഇല്ല, ഒന്നുമില്ല. സോ ആകെ എനിക്ക് ഉള്ളത് യൂട്യൂബ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എല്ലാവരും കൂടി ഫോക്കസ് ചെയ്യുക, പഠിക്കാൻ മസ്റ്റായിട്ട്. അപ്കമിങ് ടൈമിൽ ഒന്നുകൂടി നല്ലപോലെ ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ, സോ ഇപ്പോൾ എന്താണ് ഇനി ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു ഞാൻ. ഓക്കെ, ഞാനിത് കാണുന്നത് Bയുടെ ബൗൺസ് ആയിട്ടാണ്. ഇതിനകത്ത് Bയുടെ ബൗൺസ് ആൻഡ് 5th വേവും 5ൽ 2 ചാൻസസ് ഉണ്ട്. 5th ഫെയിലിയർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, 5th ഫെയിലിയർ ആവാനുള്ള ചാൻസസ് ഉണ്ട് ആൻഡ് 5th മേളിലേക്കും പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നമുക്കിത് ഫൈൻഡ് ചെയ്യാം. അതായത് ഇതിൻ്റെ 2 ഒരു സിനാരിയോസാണ് വരുന്നത്. ഓക്കെ, 2 സിനാരിയോസ് ആണെങ്കിൽ 2 എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അല്ലാണ്ട് ശരിയാവില്ല. ബോത്ത് ഞാൻ സിനാരിയോ ഷെയർ ചെയ്യാൻ പോകാം. 5th ഫെയിലിയർ ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, 81.20% ഈ സിംഗിൾ ലെഗിൻ്റെ 5th ഫെയിലിയർ. ഞാനിത് ആദ്യമായിട്ടല്ല പറയണേ, ഇതിൻ്റെ പഴയ വീഡിയോസ് എല്ലാം നോക്കുകയാണെങ്കിൽ റെഗുലർ വ്യൂവേഴ്സ് എല്ലാം അറിയാം, പഴയ വ്യൂവേഴ്സ് അവർക്ക് നന്നായിട്ട് അറിയാം. 5th ഫെയിലിയറുടെ സിനാരിയോ പണ്ടേ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്.
സോ ഫിഫ്ത്ത് ഫെയിലിയർ എപ്പോഴും ആകുന്നത് എങ്ങനെയാണ് 81.20% വരെ പ്രൈസ് പോയിട്ട് അവിടുന്ന് റിജക്ഷൻ എടുക്കുകയാണെങ്കിൽ ചാൻസസ് ഉണ്ടാവും ഫിഫ്ത്ത് ഫെയിലിയർ ആവും. ദാറ്റ് മീൻസ് ഫിഫ്ത്ത് ഇവിടെ വരെ ആവുള്ളൂ. ആൻഡ് ദെൻ ഇവിടുന്ന് പിന്നെ ഫുൾ പ്രൈസ് ബ്രേക്ക് ഡൗൺ ആൻഡ് പ്രൈസ് ഇവിടുന്ന് ഷാർപ്പ്ലി താഴേക്ക് വരും. എ ബി സി ആയിട്ട് പിന്നെ പ്രൈസ് താഴേക്ക് വരും. ഓക്കെ, ഫസ്റ്റ് സിനാരിയോ ഇതാണ്. ഓക്കെ, സെക്കൻഡ് സിനാരിയോ എന്താ വരുന്നത്? പ്രൈസ് ഇവിടുന്ന് 81.0% അല്ല 61.0% റിജക്ഷൻ എടുക്കുന്നത്. രണ്ട് സിനാരിയോ ആണ്. ബോത്ത് സിനാരിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോവുക, ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഓക്കെ, 61.0% ഇതാണ്. 61.80% വരെ പ്രൈസ് ഇവിടെ വരെ പോയിട്ട് ഓക്കെ റിജക്ഷൻ എടുക്കണം. ഓക്കെ, റിജക്ഷൻ എടുത്തിട്ട് പ്രൈസ് സ്ലോലി താഴേക്ക് വരണം. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും മേളിലേക്ക് കൺസോളിഡേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മേളിലേക്ക് പോകണം. ഓക്കെ, സോ രണ്ട് സിനാരിയോ. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, 61.80% വരെ പോയിട്ട് പിന്നെ താഴേക്ക് വന്നിട്ട് കൺസോളിഡേഷൻ ഇവിടെ ടൈം പാസ് ആൻഡ് ദെൻ മേളിലേക്ക് പോകും. സോ ആ ഒരു സിനാരിയോയിൽ ഇവിടെ പ്രൈസ് കൺസോളിഡേഷൻ ചെയ്യും. ആൻഡ് ഈ ഇപ്പോൾ പോയേക്കാൻ എ ബി സി ഇല്ലേ, ഇത് എ, ഇത് ബി, സിയുടെ 1, സിയുടെ 2, സിയുടെ 3 മേളിലേക്ക് പോകും, സിയുടെ 4 ആൻഡ് സിയുടെ 5 അങ്ങനെ ആയിട്ട് മേളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഇതുവരെ ഇപ്പോൾ എ ബി സി മാത്രം കാണുള്ളൂ ഇതിനകത്ത്. സിയുടെ 1 ആയോ എന്ന് നമുക്ക് പറയാനില്ല, കാരണം പ്രൈസ് ശ്രദ്ധിക്കുക എപ്പോഴും. സിയുടെ ഞാൻ പറയാം, ഇത് എ ആയി, ഇത് ബി ആയി, ഇത് സിയുടെ 1 ആണോ? കാരണം പ്രൈസ് ഇപ്പോൾ ഇൻ കേസ് സിയുടെ 1 ആണെങ്കിൽ ഇതിൻ്റെ അബവ് പ്രൈസ് പോകണമല്ലോ. ഇതിൻ്റെ അബവ് പ്രൈസ് പോകണമല്ലോ. ഇത് 1 ആണെങ്കിൽ ഇത് 2 ആണെങ്കിൽ പിന്നെ 3. ഓക്കെ, ഇതിൻ്റെ അബവ് പോയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രൈസ് 1, 2, 3, 4, 5 ആയിട്ട് മേളിലേക്ക് പോകും. ബട്ട് ഇപ്പോൾ അത് കാണുന്നില്ല. ഇപ്പോൾ ഓൺലി 1 ആണ്. ഓക്കെ, ഓൺലി 1 ആണ്. കാരണം ഇതിൻ്റെ അബവ് പോയിട്ടേ ഇല്ല. 1ൻ്റെ അബവ് ഇതിൻ്റെ അബവ് പോയിട്ടില്ല. ഇപ്പോൾ ഇത് നമുക്ക് 2, 3 ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പ്രൈസ് സെക്ഷൻ്റെ നോർമൽ വീഡിയോസ് കണ്ടാലും മതി. ഓക്കെ, ഇതിൻ്റെ അബവ് പോയാലേ ഇതിൻ്റെ അബവ് പ്രൈസ് പോയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രൈസിന് സിയുടെ 1, സിയുടെ 2, സിയുടെ 3 മേളിലേക്ക് പോയി പിന്നെ സിയുടെ 4, സിയുടെ 5 അങ്ങനെയായിട്ട് മുകളിലേക്ക് പോകും. ഓക്കെ, അതാണ് എത്ര ഡീപ്പ് എക്സ്പ്ലനേഷൻ ആദ്യം തരത്തില്ല. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് കമൻറ്റ് സെക്ഷനിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ ഐ ഹോപ്പ് സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. വേഗം നമുക്ക് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക, ക്രൂഡ് ഓയിലേക്ക് പോകാം. ക്രൂഡ് ഓയിൽ ഞാൻ ഇന്നലെ എന്താ പറഞ്ഞായിരുന്നു, മനസ്സിലായോ? യെസ്, ഇതാണ് ഫോർത്തിൻ്റെ ഫോൾ താഴേക്ക് വന്നു. ഐ തിങ്ക് ഇപ്പോൾ ക്രൂഡ് ഓയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ റേഷ്യോയുടെ ബിലോ ആണ്, ഈ റേഷ്യോസിൻ്റെ ബിലോ പോയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഇന്നലെ ഷെയർ ചെയ്ത 50% റേഷ്യോ ബിലോ പ്രൈസ് പോയിട്ടുണ്ട്. സോ ക്രൂഡിൽ ഇപ്പോൾ വീക്കിലേക്കാണ് ചെക്ക് ചെയ്ത് കേട്ടോ. ക്രൂഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 50% എക്സാക്ട്ലി 50% അവിടെ നിന്ന് വീണ്ടും റിവേഴ്സൽ എടുക്കുന്നുണ്ട്. സോ റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ ഇവിടെ തന്നെ റിവേഴ്സൽ എടുക്കണം ക്രൂഡ് ഓയിൽ, അല്ലെങ്കിൽ പിന്നെ താഴേക്ക് പോകും. റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ ഇപ്പം അടിച്ചല്ലോ അവിടെ നിന്ന് തന്നെ റിവേഴ്സൽ എടുക്കണം, അല്ലെങ്കിൽ ക്രൂഡ് പിന്നെ ക്രൂഡ് ഐ തിങ്ക് പിന്നെ നല്ലപോലെ താഴേക്ക് പോകുന്ന ചാൻസസ് ഉണ്ടാവും. കാരണം 61.80% ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഡിഗ്രി ഫോളിലേക്ക് ആയി എന്ന് പറയാം. ഓക്കെ, ഇപ്പോഴത്തെ ലോ ബ്രേക്ക് ചെയ്ത 61.80%, അതുകൂടി ബ്രേക്ക് ചെയ്ത 81.20% അങ്ങനെ. ഓക്കെ, യെസ്, അതന്നെ ഇതിനകത്ത് കാണും. അപ്പോൾ കറക്ഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് 1, 2 എ ബി സിയുടെ 1, 2, 3, 4, 5 കൺഫ്യൂസിങ് ആണ് സ്ട്രക്ചർ. ഇനി ഇത് ഈ ലോ ബ്രേക്ക് ചെയ്ത ഇതിൻ്റെ അടിയിൽ പോകും, ഇവിടെ പോകും, ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ താഴേക്ക് പോകും. ബുള്ളിഷ്നെസ് ഇനി വരാനാണെങ്കിൽ ഇതിൻ്റെ അഭാവം മാത്രമേ ബുള്ളിഷ്നെസ് വരുള്ളൂ. യെസ്, അല്ലെങ്കിൽ ഇതിനകത്ത് ബുള്ളിഷ്നെസ് ഇപ്പോൾ കാണുന്നില്ല. എൻജിലേക്ക് പോകാം. ഇനി ഞാൻ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യാൻ പോവാം, എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. ഒരു സ്റ്റോക്ക് ജസ്റ്റ് ഒന്ന് ഫോർ അനലൈസിസ്, ഒന്ന് ലേണിംഗ് പർപ്പസിന്. യെസ്, അതാണ് പെർഫെക്റ്റ്. ഇത് കണ്ട, ഇതാണ് ആ ഡബിൾ ട്രാപ്പ് ആയിരുന്നു NG അനാലിസിസ്. ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു, മസ്റ്റായിട്ട് കാണണം. NG ഇത് ഇങ്ങനെയൊക്കെ ട്രാങ്കിൾ ഉണ്ടാക്കി, ഫേക്ക് ബ്രേക്ക് ഔട്ട് കാണിച്ച്, പിന്നെ വേറൊരു ട്രാങ്കിൾ ഉണ്ടാക്കി. ഇതാണ് NG ആകെ ന്യൂസ് ബേസ്ഡ് അവർ അപ്പ് ആൻഡ് ഡൗൺ കാണിച്ച് മൊത്തം ട്രാപ്പ് ആയത്. അതാണ് 300 ഞാൻ ഇന്നലെ പറയുകയും ചെയ്തു. 300 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പ്രൈസ് നിൽക്കത്തില്ല, പിന്നെ പ്രൈസ് നല്ല പോലെ താഴേക്ക് പോകും. ഓക്കെ, പെർഫെക്റ്റ്ലിയാണ് NG. ഇനി NG നെക്സ്റ്റ് എന്താണ്? NG ഇൻ കേസ് കറക്ഷൻ ആണെങ്കിൽ ഇതെടുക്കുക, ക്ലോൺ എടുക്കുക, താഴേക്ക് വരിക. പെർഫെക്റ്റ്. ഇതാണ് നമ്മുടെ എലിറ്റ് വിക്സ്. കോപ്പി, ക്ലോൺ, എക്സാക്ട്ലി പെർഫെക്റ്റ്ലി പ്രൈസ് അവിടെ വന്ന് ബൗൺസ് എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. മേ ബി ബൗൺസ് തന്നെ ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഓവറോൾ ഈ സ്ട്രക്ചർ ഇവിടുന്ന് ബൗൺസ് തന്നെ, അല്ലാണ്ട് ഫുൾ റിവേഴ്സൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഫോൾ വന്നിങ്ങനെ സ്ലോ ആണ്. സോറി, ഇത് ഫുൾ സ്ലോ, ഇത് ഫുൾ ഫാസ്റ്റ്.
ഓക്കെ, ബൗൺസ് വന്നാലും നോക്കിയിട്ടേ പ്ലേ ചെയ്യാവുള്ളൂ കേട്ടോ. ഐ തിങ്ക് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ഒരു ബൗൺസ് കിട്ടേണ്ടതാണ് മുകളിലേക്ക്. ഓക്കെ, എൻ ജി ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഇതിൻ്റെ ബിലോ വീക്ക് ആവുള്ളൂ. ഓക്കെ, ഇനി ആ ചാനൽ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ കൂടുതൽ സപ്പോർട്ട് താഴേക്ക് തന്നെ ഇതിനകത്ത് എൻ ജി. ഓക്കെ, ഇത്ര ഉള്ളൂ ഇനി എൻ ജിയിൽ. ഇനി നമുക്ക് വേഗം എന്ത് ചെയ്യാം, ഒരു ബാങ്ക് നിഫ്റ്റി LSS മുന്നിൽ നമുക്ക് ഇതിനകത്തൊരു സ്റ്റോക്ക് ആഡ് ചെയ്യാം ഫസ്റ്റ്. യെസ്, നമ്മൾ ഈ സ്റ്റോക്ക് ആഡ് ചെയ്തു. സ്റ്റോക്കിൻ്റെ പേരാണ് DMart. ഓക്കെ, ഇതിൻ്റെ അനാലിസിസ് ചെയ്യാം. ബിഗർ ടൈം ഫ്രെയിമിൽ ലോ ക്രിയേറ്റ് ചെയ്യാനെടുത്ത് ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് വയ്ക്കാം. ഓക്കെ, കണ്ട ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. സോ സ്മോൾ ടൈം ഫ്രെയിം വരിക. സ്മോൾ ടൈം ഫ്രെയിം വന്നിട്ട് നമുക്ക് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് DMartൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ആസ് പെർ ഇലിറ്ററി 1 2 3 4 പെർഫെക്റ്റ്ലി ഡൗട്ടൊന്നുമില്ലല്ലോ. ഇതാണ് ഇലിറ്ററി തിയറി. പഠിക്കണം, നമ്മൾ പഠിച്ചാലേ നമുക്കതിൻ്റെ പ്രോപ്പർ ഗുണം ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇത് 1, ഇത് 2, ഇത് മുകളിലേക്ക് പോയാൽ 3 ആൻഡ് ഐ തിങ്ക് ഇത് 4 ആൻഡ് മേ ബി വീണ്ടും നമുക്ക് 5 ഇതിനകത്ത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ വേവ് എപ്പോഴും എന്ത് ചെയ്യുക, വേവ് തിയറി മാർക്ക് ഫസ്റ്റ് വേവിൻ്റെ ഇങ്ങനെ ഹൈ മറിച്ച് വെക്കണം. ഫസ്റ്റ് വേവിൻ്റെ ഹൈ ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് സപ്പോർട്ട് എടുക്കും. ഓക്കെ, ആൻഡ് പിന്നെ എന്ത് ചെയ്യണം, 2 to 4 ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് ഇങ്ങനെ നമ്മൾ വരച്ച് വെക്കുക. ഓക്കെ, 2 to 4 നമ്മൾ ഇത് വരച്ചു. ആൻഡ് ദെൻ തേർഡ്, ഇതാണ് LTV തിയറി. ഇത്രയ്ക്ക് കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. എന്തോരം കൺഫർമേഷൻ നമുക്ക് കിട്ടും. തേർഡ് ഫോർത്ത് വേവിൻ്റെ ഫോൾ വരികയാണെങ്കിൽ എത്ര വരും, മാക്സിമം 50%. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു, 61% വന്നിട്ടുണ്ട്. സോ ഇനി സപ്പോർട്ട് ശ്രദ്ധിക്കുക, 61.80% ബ്രേക്ക് ആയ 61 പിന്നെ താഴേക്ക് പോകും. ഓർ പ്രൈസ് ഇവിടുന്ന്, ഇത് ജസ്റ്റ് ഫോർ ലേണിംഗ് ആണ്. നിങ്ങൾ എടുക്കുന്നുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. ഞാൻ സെബി രജിസ്റ്റേർഡ് അല്ല, ഫുള്ളി ഫോർ ലേണിംഗ് പ്രൊഫഷനാണ്. ഇത് ഷെയർ ചെയ്യുന്നു. സോ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ കേട്ടോ. സോ ഇത് പ്രൈസ് ഇതാണെങ്കിൽ ഈ 61.80% ഈ ലോ ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇത് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് പ്രൈസ് അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. പ്രൈസ് ഇപ്പോൾ എന്താ തോന്നുന്നത്, ഇത് ട്രയാങ്കിളാണ്, ABCD. ഓക്കെ, കണ്ട. സോ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇവിടെ വരെ ഒരു ട്രയാങ്കിൾ, ഒരു ട്രെൻഡ് ലൈൻ കൂടി ഇടുക. ഡെയിലി ടൈമിൽ, മറ്റേത് ബിഗർ ടൈമിൽ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇനി ഇത് ഡെയിലി ടൈമിൽ. സോ ഇത് പ്രൈസ് ABCD, വീണ്ടും മേ ബി ചാൻസസ് ഉണ്ട് E. ഓക്കെ, ABCDE അങ്ങനെ ABCDE അങ്ങനെ ചാൻസസ് ഉണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ ട്രേഡ് മാത്രം എടുത്താൽ പോരാ. ഇതാ ട്രേഡ് എടുക്കുന്ന മുന്നേ നമ്മളെപ്പോഴും കൗണ്ട് ചെയ്യുക. ABC, മേ ബി ഇനി D, ഇവിടെ വരെ ഒരു D മോളിലേക്ക് പോകും നോക്കണം. D, പിന്നെ കുറച്ച് E, ആൻഡ് ദെൻ വീണ്ടും ബ്രേക്ക് ഔട്ട് വരാനുള്ള ചാൻസസ് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് പ്രൈസ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിൽ സഡൻ ഷാർപ്പ് മേളിലേക്ക് തരുവാണെങ്കിൽ സോ ചാൻസസ് ഉണ്ട് പ്രൈസ് മേളിൽ പോയി ഇവിടെ സ്റ്റക്ക് ചെയ്യും. സോ ടാർഗറ്റ്സ് ശ്രദ്ധിക്കാം. സോ ഇതാണ്, ഇവിടെയും സ്റ്റക്ക് ആവാൻ ചാൻസസ് ഉണ്ട്, മേളിലേയും പോകാൻ ചാൻസസ് ഉണ്ട്. മേളിൽ പോകുകയാണെങ്കിൽ പ്രൈസ് ഇത് 1 2 3 4 5 ആയിട്ട് മേളിലേക്ക് പോകും. ഓക്കെ, പിന്നെ ആ ഒരു സെനറി 61.80%, ദാറ്റ് മീൻസ് 3950 ബ്രേക്ക് ആവുന്നില്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ത് ചെയ്യുക, ടാർഗറ്റ് എടുക്കാനാണെങ്കിൽ ഇത് ഇങ്ങനെ ഫിബൊനാച്ചി വെച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുക. മിനിമം 127% ആണ് നമ്മുടെ റേഷ്യോ, മിനിമം. ഓക്കെ, എന്തായാലും 5th വേവ് വരെ പോകാറുണ്ട്. SL പോയില്ലെങ്കിൽ ചെറിയ SL ആണ് ആൻഡ് നല്ല ടാർഗറ്റ്സ് ആണ്. അതാണ് LTV ഒരു ഗുണം. ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാവരും അതനുസരിച്ച് വേണം ഇത് പ്ലേ ചെയ്യാൻ. ആൻഡ് ഇതിൻ്റെ അനാലിസിസ് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ല എന്ന് ഇത് കൂടി പറയണം. ഇതിൻ്റെ അനാലിസിസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് സപ്പോർട്ടിൻ്റെ ഈ ലെവൽ ബ്രേക്കായ SL ആണ് ആൻഡ് ടാർഗറ്റ് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. പെർഫെക്റ്റ്ലി ബാങ്ക് നിഫ്റ്റിയാണ്. വാവ്, സൂപ്പർ അമേസിങ്. ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുക്കുന്നു. ഈ ചാനൽ ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. ഓക്കെ, സപ്പോർട്ട് എടുക്കുന്നു. പ്രൈസ് ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് ക്ലിയർ ആയിട്ട് ഇപ്പോൾ കാണുന്നത് എന്താണ്, ഈ റെസിസ്റ്റൻസ് എടുക്കണം. ഇവിടെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് തന്നെയാണെങ്കിൽ വെരി ഗുഡ് ആയിരിക്കും. അതർവൈസ് ഇത് സ്ലോ മൂവ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ബാങ്ക് നിഫ്റ്റി വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു ഫിബൊനാച്ചി ഇങ്ങനെ വരച്ച് വയ്ക്കാം. 81.0%. ഓ, പെർഫെക്റ്റ്ലി റിജക്ഷൻ എടുക്കുന്നുണ്ട് 81. സോ സ്ലോ കൺസൾട്ടേഷൻ മൂവ് ആണ്. 1 2 3 ABC 1 2 3 4 5 അവിടെ വരെ പോകേണ്ടതാണ് ബാങ്ക് നിഫ്റ്റി ഇവിടെ വരെ. പക്ഷേ അവിടെ വരെ പോയി ഡയറക്റ്റ്ലി ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവില്ല കേട്ടോ. വീണ്ടും കൺസൾട്ടേഷൻ താഴേക്ക് വന്നിട്ട് പിന്നെ മേളിലേക്ക് പോവുള്ളൂ. ശ്രദ്ധിക്കുക കേട്ടോ. സോ ബാങ്ക് നിഫ്റ്റിയിൽ എത്ര ഉള്ളൂ ഇനി പറയാനുള്ളത്. വേഗം സെൻസെക്സ് പോകാം.
ഐ തിങ്ക് ഞാൻ വേറെ ഇൻഡെക്സ് ഒന്നും മറന്നിട്ടില്ല, കറക്റ്റായിരിക്കും. ഓക്കെ, സെൻസെക്സിൽ പെർഫെക്റ്റ്ലി ഇതിനകത്തും 2 to 4 ഡേ ട്രെൻഡ് ലൈൻ ഇങ്ങനെ വെച്ച് വെക്കുക. സെൻസെക്സിൽ ഇതിൻ്റെ ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻസെക്സിൽ അല്ല, ഇതിനകത്ത് നമ്മൾ ഡിഗ്രി ഫോളാണല്ലോ കൗണ്ട് ചെയ്തത്, റൈറ്റ്? സോ 1 2 3 4 5, യെസ്. സോ ഇതിനകത്ത് ഡിഗ്രി ഫോളാണ്. ഓക്കെ, ഇത് മാർക്ക് ചെയ്ത് വെക്കുക. സോ ഇങ്ങനെ, ആൻഡ് ഇതിൻ്റെ ഇനി നമുക്ക് എന്താ ചെയ്യുക, ഇത് ഇങ്ങനെ ചെക്ക് ആൻഡ് പെർഫെക്റ്റ്ലി ലെവൽസ് മാർക്ക് ചെയ്ത് 61.0%, 81 നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ അനലൈസിസ് ആണ് ഈ സിനാരിയോയിൽ. ശ്രദ്ധിക്കുക കേട്ടോ, ഇത് ഇത്ര ലെവൽസാണ് ഇതിനകത്ത്. ഓക്കെ, സോ മോസ്റ്റ്ലി ചാൻസസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ഓർ പോസിറ്റീവ് ഓപ്പണിംഗ്, ദെൻ റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴേക്ക് വരുന്നുണ്ടോ ഇല്ലാന്ന് നോക്കണം. ഹ്യൂജ് മൂവ് ഒന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം സ്ലോ കൺസോളിഡേഷനാണ് ഞാനിപ്പോൾ കാണുന്നത് ഇതിനകത്ത് മാത്രമല്ല, മോസ്റ്റ്ലി നിഫ്റ്റി ആൻഡ് ഇതിനകത്ത്. നിഫ്റ്റി മിഡ് ക്യാപ്സിലോട്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്സിലോട്ട് ബ്രേക്ക് ഔട്ട് തോന്നുന്നു. അതന്നെ, അതാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ക്ലോസിങ് ഹെൽത്തി ക്ലോസിങ് ആയിരുന്നു. സഡൻലി മുകളിലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് ഇത് കണ്ടത്, സഡൻലി മുകളിലേക്ക് കയറിയതാണ്. അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇത് മേ ബി ഇത് ബ്രേക്ക് ഔട്ട്. ഓക്കെ, സോ ഇതിൻ്റെ അപ്പമാണെങ്കിൽ ഈസി അപ്പ് മൂവ്, ഫർദർ മൂവ് ആണ്. ഈ ട്രെൻഡ് ലൈൻ്റെ ഇതിൻ്റെ ബ്രേക്ക് ഔട്ടായി. ഇതിനകത്ത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല, ഇതങ്ങനെ തന്നെ പോട്ടെ. ഇതിൻ്റെ നമുക്ക് ടാർഗറ്റ്സ് എടുക്കാനാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതിങ്ങനെ മാർക്ക് ചെയ്യുക. അതാണ് ഈ സ്റ്റോക്സ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കേട്ടോ. 111%, 127% ഫർദർ റെസിസ്റ്റൻസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചേക്കണം. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ആൻഡ് മസ്റ്റായിട്ട് പഴയ വീഡിയോസ്, റെഗുലർ വീഡിയോസ് എല്ലാവരും കാണും. സീ യു നെക്സ്റ്റ് വീഡിയോസ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട, കമൻറ്റും ചെയ്യുക കേട്ടോ.